ഇന്നാണ് ദ മോസ്റ്റ് അവൈറ്റഡ് പിക്നിക് ഡേ. ഒന്ന് മുടിയൊക്കെ നല്ലോണം സ്റ്റൈൽ ചെയ്യാമെന്ന് കരുതി കുളിച്ചതാ. ആ സ്റ്റൈലാക്കി കൊണ്ടുവരണമെങ്കിൽ എടുക്കും ഒരു 1-2 മണിക്കൂർ. സ്ട്രെയിറ്റനിങ്ങും കേളിങ്ങും ഒക്കെ കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി മേക്കപ്പിലേക്ക് കടക്കാം. ഇന്ന് കുറച്ച് കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. മേക്കപ്പ് ഇടാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ അങ്ങനെ പഴക്കാറില്ല. ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് മേക്കപ്പ് ഇടാൻ അവസരമേ കിട്ടാറില്ല എന്ന്. ആക്ച്വലി അത് സത്യമാണ് കേട്ടോ. എൻ്റെ വർക്കിൽ എനിക്ക് മേക്കപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മേക്കപ്പ് യൂസ് ചെയ്യാനേ പാടില്ലാത്ത എൻജിനീയറിങ് ജോബ്സ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി കാണും. ഞാനും ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് എൻജിനീയറിങ് ഫീൽഡിലാണ്. അവിടെ എനിക്ക് മേക്കപ്പ് യൂസ് ചെയ്യാനും പറ്റില്ല. അതിനെയൊക്കെ പറ്റി ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സ് ഡിസൈഡ് ചെയ്യാം. ഒരു നല്ല പിക്നിക്കിന് മാച്ച് ആകുന്ന നല്ലൊരു വൈറ്റ് സ്കേർട്ട് അത് ഞാൻ ഫസ്റ്റ് ഫൈനലൈസ് ചെയ്ത് വെച്ചിരുന്നു. ഇനി അതിൻ്റെ കൂടെ പോകുന്ന നമുക്ക് 2 ടോപ്പുകളുണ്ട്. ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്ത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. രണ്ടും എൻ്റെ കൈയിൻ്റെ വണ്ണം എടുത്ത് കാണിക്കുന്ന പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം മാറി തിരിഞ്ഞിട്ടിട്ട് ഞാൻ ഇതിലങ്ങ് ഉറപ്പിച്ചു. അടുത്ത് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റിന് ചേരുന്ന പോലെ നമുക്ക് ആഭരണങ്ങൾ ചൂസ് ചെയ്യാം. വാച്ചും ബ്രേസ്ലെറ്റും ഇയറിങ്ങും മാലയും ഒക്കെ. ഞാൻ കുറേ അവസാനം എന്ന് പറയുന്നത്, എന്നിട്ട് ഇതിനൊരു അവസാനമില്ലേ? എന്താ ഇതിപ്പോൾ എല്ലാം സെറ്റ്. ഐ പ്രോമിസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്കൊരു മിറർ ചെക്കും കൂടെ ചെയ്യാം. ഇപ്പം എല്ലാം ശുഭം. കഴിഞ്ഞില്ല നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. 1-2 പിക്ചേഴ്സ് കൂടെ കണ്ടിട്ട്